നമസ്കാരം. ഡിവൈൻ തോട്ട്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജനിച്ച ദിവസം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ്. ഹിന്ദു ആചാരപ്രകാരം ഒരു വ്യക്തി ജനിച്ചിരിക്കുന്ന ദിവസത്തിനേക്കാൾ ഏറെ പ്രധാനം ആ വ്യക്തി ജനിച്ച നാള്, അതായത് ഏതെങ്കിലും ഒരു മലയാള മാസത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കും ആ വ്യക്തി ജനിച്ചിരിക്കുന്നത്. ആ നക്ഷത്രത്തിനാണ് ഏറ്റവും പ്രധാനം. പിറന്നാൾ ദിനത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രധാന വഴിപാടുകൾ എന്നിവയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. മലയാള മാസത്തിലെ നക്ഷത്രം, അതായത് മലയാള മാസം എന്ന് പറയുമ്പോൾ ചിങ്ങം മുതൽ കർക്കിടകം വരെ, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം ഇങ്ങനെ തുടങ്ങുന്ന മലയാള മാസം. ഇതിൽ ഏതെങ്കിലും ഒരു മാസത്തിലായിരിക്കും നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. അന്നേ ദിവസം ഒരു നാള്, അതായത് അശ്വതി, ഭരണി, കാർത്തിക ഇങ്ങനെ തുടങ്ങുന്ന നാളുകളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രം വരുന്ന അതായിരിക്കും നിങ്ങളുടെ പിറന്നാൾ. ഏത് മാസത്തിലെ ഏത് നക്ഷത്രമാണോ എന്നുള്ളത് ആ ഒരു ഡേറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹിന്ദു ആചാരപ്രകാരം ആ ഒരു നാൾ വരുമ്പോഴാണ് നമ്മൾ പിറന്നാൾ ആചരിക്കുന്നത്, അന്നേ ദിവസം പിറന്നാൾ ദിവസം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ചിങ്ങമാസത്തിലെ അശ്വതി നക്ഷത്രത്തിലാണ് നിങ്ങൾ ജനിച്ചതെന്ന് ഒന്ന് സങ്കല്പിക്കുക. ഉദാഹരണം മാത്രമാണ്, മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ആ മാസം 2 പ്രാവശ്യം ആവർത്തിച്ച് അശ്വതി നക്ഷത്രം വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന അശ്വതി നക്ഷത്രത്തിലാണ് നിങ്ങൾ പിറന്നാളായിട്ട് ആഘോഷിക്കുന്നത്. ആദ്യത്തെ അശ്വതി നക്ഷത്രം ശ്രാദ്ധമായിട്ടാണ്, അതായത് മരിച്ച ആളുകളുടെ, അതായത് നമ്മൾ ജനനവും മരണവും ഒരു മനുഷ്യനുണ്ട്, അതിൽ മരിക്കുന്ന നാളാണ്. മരിച്ചതിന് ശേഷമുള്ള പിന്നെ പിറന്നാൾ ആയിരിക്കില്ല ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, മരിച്ച നാളിനായിരിക്കും പ്രാധാന്യം. അപ്പോൾ ഇപ്പോൾ ഒരു മാസം ആവർത്തിച്ച് ഒരു നാൾ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ നാള് ശ്രാദ്ധമായിട്ടും രണ്ടാമത്തേതാണ് പിറന്നാളായിട്ടും ആഘോഷിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും ഓരോ പ്രാവശ്യമാണ് വരുന്നത്, പക്ഷെ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ 2 പ്രാവശ്യം ആവർത്തിച്ച് വരാറുണ്ട്. അപ്പോൾ ഒരു സംശയമില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒരു മാസം, മലയാള മാസം നാള് 2 പ്രാവശ്യം ആവർത്തിച്ച് വന്നാൽ രണ്ടാമത് വരുന്നതായിരിക്കണം പിറന്നാളായിട്ടും ആദ്യത്തേത് ശ്രാദ്ധമായിട്ടുമാണ് കണക്കാക്കുന്നത്. ഈ പിറന്നാൾ ദിവസം ആ വ്യക്തി രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അന്നത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. നമുക്ക് നമ്മളുടെ കാര്യസിദ്ധിക്കാണെങ്കിലും ദീർഘായുസിനെല്ലാം തന്നെ ആ ഒരു ക്ഷേത്ര ദർശനത്തിലൂടെ സാധിക്കുന്നതാണ്. അന്നേ ദിവസം പുതുവസ്ത്രങ്ങൾ അണിയുവാൻ സാധിക്കുന്നവർ അത് പുതിയ വസ്ത്രങ്ങൾ ധരിക്കേണ്ടതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടതാണ്. ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രത്തിൽ അന്നേ ദിവസം നടക്കാൻ പാടില്ല. രാവിലെ കുളിച്ച് നല്ല ശുദ്ധിയുള്ള വസ്ത്രങ്ങളെല്ലാം ധരിക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹം അത് വളരെയധികം അത്യാവശ്യമാണ്. മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം അന്നത്തെ ദിവസം ആവശ്യമാണ്. അതിനായി ചെറിയൊരു ദക്ഷിണ അവർക്ക് സമർപ്പിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം, പിറന്നാൾ ദിവസം അന്നദാനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അന്നദാനം നടത്തുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും, അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി കാര്യവിജയങ്ങളും എല്ലാം സാധിക്കുന്നതാണ് ആ ഒരു അന്നദാനം നടത്തുന്നതിലൂടെ. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശിവക്ഷേത്രത്തിൽ ധാര വഴിപാട് നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും അതുപോലെ തന്നെ പിൻവിളക്ക് വളരെയധികം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിലാണ് ദർശനം നടത്തുന്നതെങ്കിൽ അവിടെ നെയ്വിളക്ക് സമർപ്പിക്കുക, അതുപോലെ തന്നെ പാൽപ്പായസം സമർപ്പിക്കുന്നതിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും പാൽപ്പായസം, അതുപോലെ തന്നെ കദളിപ്പഴ നിവേദ്യം, വെണ്ണ നിവേദ്യം ഇതെല്ലാം സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ദേവീക്ഷേത്രമാണ് നിങ്ങളന്ന് ദർശനം നടത്തുന്നതെങ്കിൽ അവിടെ ദേവിക്ക് പ്രിയപ്പെട്ട കടും പായസം നടത്തുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതെല്ലാം വളരെയധികം ഉത്തമമാണ്. അതുപോലെ തന്നെ ഗണപതി ഹോമം, ഭഗവത് സേവ തുടങ്ങിയ വഴിപാടുകളും ഇന്നേ ദിവസം കഴിപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ജീവിതത്തിൽ കാര്യവിജയത്തിനും ദീർഘായുസ്സിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ഇന്നേ ദിവസം ഈ ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെങ്കിലും ഈ ഒരു വഴിപാടുകൾ സമർപ്പിക്കേണ്ടതാണ്.